വസുന്ധര, ഉണ്ണി. അമ്മേ, ഞാൻ ഇവിടെ അല്ലേ, പിന്നെ നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്ന ഉണ്ണി? അമ്മ എവിടെയായിരിക്കുന്നേ അമ്മേ? ഉണ്ണി, നിനക്കെന്നെ കാണാൻ പറ്റുന്നില്ലേ? ഉണ്ണി, നിനക്ക് കണ്ണു കാണാൻ കഴിയുന്നില്ലേ? എല്ലാം മങ്ങിയിരിക്കുന്നച്ചാ. മൈ ഗോഡ്, എന്താ പറഞ്ഞേ? നിനക്ക് കണ്ണിന്റെ കാഴ്ച? അതേട്ടാ, ഉണ്ണിക്ക് കണ്ണ് കാണുന്നില്ല എന്ന്. താ പേടിക്കാതിരിക്കെ. ഉണ്ണി, നീ കണ്ണടച്ചിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് തുറന്നു നോക്ക്. കണ്ണടച്ചേ. ഇനി പതുക്കെ കണ്ണുറക്ക്. അമ്മേ, ഉണ്ണി, അമ്മേ. താങ്ക് ഗോഡ്. അച്ഛാ, ഇപ്പോ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അച്ഛാ. എല്ലാം ഇപ്പൊ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വെരി ഗുഡ്. ഉണ്ണി, നിനക്ക് എന്താ പറ്റിയെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിനക്കൊന്നും സംഭവിച്ചില്ല. ഉണ്ണി, നിന്നെ ഓർത്ത് അമ്മ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ആണോ അമ്മേ? അമ്മയുടെ ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ അത്. അമ്മയ്ക്ക് ഉറങ്ങിക്കൂടായിരുന്നോ? നീ ഈ അവസ്ഥയിലിരിക്കുമ്പോ എനിക്ക് എങ്ങനെയാടാ ഉറങ്ങാൻ പറ്റുക? നീ പോയി ഫ്രഷ് ആയിട്ട് വാ. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല. പാലും ബ്രേക്ക്ഫാസ്റ്റും എടുത്തു വെക്കാട്ടോ. അതിന് താനും ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. രണ്ടുപേരും ചെന്ന് ഫ്രഷ് ആവും. ഞാൻ ഫുഡ് എടുത്തു വെക്കാം. എനിക്ക് വിശപ്പില്ല ഏട്ടാ. എന്റെ പേടി ഇവനെ ഓർത്തിട്ടായിരുന്നു. ഇപ്പൊ എനിക്ക് സന്തോഷായി. ചെല്ലു മോനെ, ഫ്രഷ് ആയിട്ട് വാ. അമ്മയും പോയി ഫ്രഷ് ആവമ്മേ. അച്ഛാ, അച്ഛനും പോയി ഫ്രഷ് ആവ്. 3 പേർക്ക് ഒരുമിച്ച് പോയി കോഫി കുടിക്കാം. 1 മിനിറ്റ്. ഇപ്പോഴും എനിക്ക് സമാധാനമായത് മോനെ. ആരാ നിങ്ങള്? എന്റെ പേര് വാസുദേവൻ. അഭിരാം സാറിനെ കാണാൻ വന്നതാ. എന്താ കാര്യം എന്ന് പറയേ? അഭിരാം സാർ 10 lakhs ചോദിച്ചായിരുന്നു, അത് കൊണ്ടുവന്നതാ. അഭിമോളിലെ റൂമിലാ. എന്റെ തന്നോളൂ. സോറി സാർ, അഭിരാം സാറിന്റെ കയ്യിൽ തന്നെ കൊടുക്കണം.
ഞാൻ അബിയുടെ ചേട്ടനാണ്, ഭാസ്കർ. നിങ്ങൾ ആരായാലും ശരി സർ, പണം അഭിരാം സാറിന്റെ കയ്യിലേക്ക് കൊടുക്കൂ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കാശ് കൊടുക്കണമെന്നാ. ഹലോ വാസുദേവൻ, ഇത്ര പെട്ടെന്ന് എത്തിയോ? സാറ് കാശ് ചോദിക്കുമ്പോൾ ഞങ്ങൾ ലേറ്റ് ആക്കുമോ സർ? ഇതാ സർ, സാറ് ചോദിച്ച 10 ലക്ഷം രൂപ. താങ്ക് യു. വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ സർ. അതൊന്നും സാരമില്ല, എനിക്ക് നിങ്ങളെ നല്ല വിശ്വാസമാണ്. ഏട്ടാ, അബി, ഞാൻ ഓഫീസിലേക്ക് പോകണേ. ഏട്ടാ ഫ്രഷ് ആയിട്ട് വന്നാൽ മതി. ശരി. മിസ്റ്റർ വാസുദേവൻ, നിങ്ങൾ എങ്ങനെ വന്നേ? ഞാൻ ഓട്ടോയിലാണ് വന്നത് സർ. ശരി, വന്നോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ സർ. കണ്ടില്ലേടാ നിന്റെ അനിയന് നിന്നോടുള്ള വിശ്വാസം. പുറത്തുള്ളവരും ഒരു ബഹുമാനമില്ലാതെ നിന്നെ കാണുന്നത്. മൂന്നാമതൊരാളെ നിന്റെ അനുജൻ വിശ്വസിച്ചാ പോലും നിന്നെ വിശ്വസിക്കില്ലടാ. അതുകൊണ്ടാണ് പണം തന്റെ കയ്യിൽ തന്നെ തരണമെന്ന് അവൻ പറയുന്നത്. നീ അബിയുടെ ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് പോലും ആ വന്നയാള് നിന്നെ കണ്ട ഭാവം പോലും കാണിച്ചില്ല. ഇപ്പം മനസ്സിലായോ നിനക്ക് അബി നിന്നെ ഏത് സ്ഥാനത്താ വെച്ചിരിക്കുന്നതെന്ന്? അബിക്ക് നിന്നോട് ബഹുമാനവും ഇല്ല, അഖിലിനോട് സ്നേഹവും ഇല്ല. മൊത്തത്തിൽ പറഞ്ഞ നിങ്ങൾ രണ്ടിനെ അബിക്ക് വിശ്വാസമല്ലാന്ന്. അതുകൊണ്ടാ അബി നിന്നെ ഇത്രയും കാലം ഇവന്റ് ഒന്നും ചെയ്യാൻ സമ്മതിക്കാഞ്ഞത്. ഇപ്പൊ അഖിൽ ഇവന്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോ വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് അറിയോ? സമ്പാദ്യം മൊത്തം അബിയുടെ കൈക്കുള്ളിൽ വെച്ചിട്ട് കഴിവില്ലാത്തവരായി നിങ്ങളെ മുദ്ര കുത്താൻ വേണ്ടിയാ. നിങ്ങക്ക് എന്താവശ്യമുണ്ടെങ്കിലും അവന്റെ മുന്നിൽ പോയി കൈനീട്ടി നിൽക്കാൻ വേണ്ടിയാണടാ. ഈ വീട്ടിലെ നിന്റെ അച്ഛന് ശേഷം നിനക്കാടാ സ്ഥാനം. നിനക്കാ ബഹുമാനവും മര്യാദയും തന്നു കഴിഞ്ഞാ അവനെന്താ വല്ല നഷ്ടപ്പെടുവോ? നിങ്ങൾ ഇങ്ങനെ ജീവിതകാലം മുഴുവനും അവന് വേണ്ടി അടിമവേല ചെയ്യണം. അവൻ ഇവിടെ അധികാരം സ്ഥാപിച്ചിരിക്കണം. ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഭാസ്കർ മോനെ അവന്റെ ഉദ്ദേശം എന്താണെന്ന്? നീ ആണെങ്കി ഒരു പഞ്ചപാവ, ഒരു മിണ്ടാ പ്രാണി. നാളെ നിന്റെ മോൾക്കൊരു കല്യാണം വരുമ്പോ നീ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ആ അബിയുടെ അടുത്ത് പോയി ഭിക്ഷ യാചിക്കേണ്ടി വരും നിനക്ക്. അവൻ തീരുമാനിക്കുന്ന കല്യാണത്തിന് സമ്മതിക്കേണ്ടി വരും നിനക്ക്. സമ്മതിച്ചില്ലെങ്കിൽ നയാ പൈസ പോലും കിട്ടില്ല. എല്ലാം നിന്റെ തലവിധിയാ ഭാസ്കർ മോനെ. ഇതൊക്കെ എപ്പോ മാറിക്കിട്ടുവോ എന്തോ. കണ്ടിട്ട് എനിക്ക് തന്നെ വിഷമം തോന്നുന്നു. അപ്പൊ നിന്റെ അവസ്ഥയോ? നിന്റെ അച്ഛനും അമ്മയാണെങ്കിൽ ഇതിലൊന്നും ഇടപെടുന്നില്ല. നിന്നെ പറ്റി നീ തന്നെ ആലോചിക്കും മോനെ. സമാധാനായിട്ട് ആലോചിച്ച് അഖിലിനെ പോലെ ധൈര്യം സംഭരിക്കും. എന്താ അഖിൽ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഓ, ഇന്ന് എന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലേ? നിന്റെ സൗന്ദര്യത്തെ പറ്റി അല്ല കാർത്തിക, നിനക്കെന്താ ഒരു ചേഞ്ചും വരാത്തത്? ചേഞ്ചോ? അല്ല, നീ ഇപ്പോ പ്രഗ്നന്റ് തന്നെ അല്ലേ? പക്ഷെ നിന്റെ വയറ് ഒരല്പം പോലും മാറിയിട്ടില്ല. പ്രഗ്നന്റ് ആയി കഴിഞ്ഞാ ഡേ ബൈ ഡേ വയറിൽ മാറ്റം ഉണ്ടാവണമല്ലോ. നീ കൺസീവ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള വയറെങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും. നീ ശരിക്കും പ്രഗ്നന്റ് തന്നെയാണല്ലോ അല്ലേ? എന്നോട് കള്ളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? എന്താടാ കൊച്ചുമോനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അതല്ല ഇളമേ, ഇവള് കള്ള ചെറുക്ക. കൊച്ചിനെ കാണാനായിട്ട് ഇത്ര ധൃതിയാവിടാ നിനക്ക്? 2 മാസത്തിലും 3 മാസത്തിലും ഒന്നും വയറ് വലുതാവില്ലടാ. 5 മാസത്തിന് ശേഷമേ ആ വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവൂ. അങ്ങനെയാണോ? അതെ അതെ.
ഇപ്പൊ വയറ്റിലുള്ള കുഞ്ഞ് വളരെ ചെറുതായിരിക്കടാ. മാസം കൂടുന്തോറും കുഞ്ഞും വളർന്നോണ്ടിരിക്കും, വയറും വലുതാകും. അതെ അഖിൽ, ബേബിക്ക് ഗ്രോത്ത് ഉണ്ടാകുമ്പോഴാ എന്റെ സ്റ്റൊമക്കിന് ചേഞ്ച് വരത്തുള്ളൂ. അതല്ല കാർത്തിക, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലടാ കൊച്ചുമോനെ. എപ്പോഴും ഈ കാർത്തിയെ വീട്ടിനകത്ത് അടച്ചിട്ടാൽ എങ്ങനെയാ? പാവം ഗർഭിണിയായ പെണ്ണല്ലേ. നീ ഏതെങ്കിലും സിനിമയ്ക്കോ ഷോപ്പിങ്ങിനോ വിളിച്ചോണ്ട് പോ, അപ്പൊ അവക്ക് സന്തോഷാവൂടാ. എന്റെ മനസ്സിലുള്ളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. എനിക്ക് പുറത്തു പോണെന്ന് ആഗ്രഹമുണ്ട് അഖിൽ. പ്ലീസ് എന്നെ കൊണ്ടുപോവോ? ഓക്കെ, ആ, നീ വേഗം റെഡി ആവാ, നമുക്ക് പോവാം. ആ, ഞാൻ നമ്മുടെ കാറിൽ വെയിറ്റ് ചെയ്യാം, നീ വേഗം വന്നേക്കണേ. ആ. ആ, അമ്മേ, അയ്യോ, ഒരുപാട് താങ്ക്സ് ഉണ്ട് ആന്റി. കറക്റ്റ് സമയത്ത് വന്ന് രക്ഷിച്ചു. എപ്പോഴും എനിക്കിങ്ങനെ വരാൻ പറ്റില്ല. പെട്ടെന്ന് അമ്മയാവുന്ന നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ രണ്ടുപേരും മുങ്ങിപ്പോടി. വാ 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 വാ. വാ. എടി കാർത്തികേ, നീ പുറത്തേക്ക് പോയിട്ട് വരാന്ന് നിന്റെ അമ്മായിയോടൊന്ന് പറഞ്ഞേക്ക്. അമ്മേ, എന്താ കാർത്തിക? ഞാനും ചേട്ടനും പുറത്തു പോയിട്ട് വരാം. എപ്പോഴും വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യാനാ എടുത്തി? അവര് സന്തോഷായിട്ട് പുറത്തു പോയിട്ട് വരട്ടെ. സന്തോഷായിട്ട് പോയിട്ട് വാ. എന്തു പറ്റി അഖിൽ? എന്താ തിരിച്ചു വന്നത്? വാ പോവാം, വാ. കാർത്തിക, പുറത്തു പോണെങ്കിൽ നമുക്കൊരു കാർ വേണ്ടേ? 2 കാർ ഉള്ളതില് ഒരു കാർ പോലും ഇപ്പൊ പുറത്തില്ല. 2 കാറും ആരാ കൊണ്ടുപോയേ? ഒരു കാറില് അബി ഓഫീസിൽ പോയിരിക്കമ്മേ. ഉണ്ണിയും കൂട്ടിക്കൊണ്ട് മറ്റേ കാറില് വസു അമ്പലത്തിൽ പോയിരിക്കുക. നന്നായിട്ടുണ്ട്. 2 കാറും അവര് തന്നെ ഉപയോഗിച്ചാലേ മറ്റുള്ളവർ നടന്നു പോവോ? എന്താവാനാ ഇളയമേ? ക്യാബിലോ ഓട്ടോയിലോ പോവേണ്ടി വരും, ഇല്ലെങ്കിൽ നടന്നു പോവും, അത്ര തന്നെ. അതിന്റെ ആവശ്യമുണ്ടോ അഖിൽ? കുറച്ചുനേരം വെയിറ്റ് ചെയ്താ വസു തിരിച്ചു വരില്ലേ? അപ്പോ അവര് വരുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നാണ് അമ്മേ? അവർക്ക് മാത്രമേ തിരക്കുള്ളൂ, ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ലേ? ഞങ്ങൾ എന്താ മനുഷ്യരല്ലേ? നിങ്ങൾ പുറത്തു പോകുന്നെന്ന് വസുവിന് അറിയില്ലല്ലോ അഖിൽ. നേരത്തെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ വസു ഉണ്ണിയും ഓട്ടോയിൽ പോകുമായിരുന്നല്ലോ. ബസ് എടുത്തേക്ക് നല്ല വക്കാലത്ത് പറയുന്നുണ്ടല്ലോ എടുത്തി. നിങ്ങൾ രണ്ടുപേരും ഒന്നാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. അഖിൽ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ എങ്ങനെയാ പറയണ്ടേ? വസുവേട്ടത്തി മാത്രമല്ല, ഞാനും പ്രഗ്നന്റ് ആണല്ലോ. എനിക്കും ചെക്കപ്പും മറ്റു ആവശ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ എങ്ങനെ പോകും? അത് എടുത്തി പറയല്ലേ, നടന്നു പോയിട്ട് വാ. അതല്ലാതെ നിങ്ങൾക്ക് മറ്റു വഴിയില്ല മക്കളെ. നിർത്തേട്ടത്തി, ആവശ്യമില്ലാത്തത് സംസാരിക്കരുത്. ഇളയമ്മ പറഞ്ഞതിൽ എന്താ അമ്മ തെറ്റ്? ഈ വീട്ടിൽ എനിക്കും കാർത്തിക്കുള്ള സ്ഥാനം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായി. നിങ്ങൾ ഞങ്ങൾക്കൊന്നും തരികയില്ല, ഞങ്ങളെ ഒട്ട് ചെയ്യാൻ സമ്മതിക്കുകയില്ല, എല്ലാം മനസ്സിലായി. അവര് സമ്പാദിക്കുന്നുള്ളത് കൊണ്ട് എല്ലാം അവർക്ക് മാത്രമുള്ളതാ. ഞങ്ങളൊന്നും സമ്പാദിക്കുന്നില്ലല്ലോ, ഞങ്ങൾക്കൊന്നും തരുന്നുമില്ല, അങ്ങനെയല്ലേ? അങ്ങനെ ഇപ്പൊ ആരാ പറഞ്ഞത് അഖിൽ? അത് പ്രത്യേകിച്ച് ആരും പറയണമെന്നില്ല എടുത്തി. ഗർഭിണിയായിരിക്കുന്ന ഭാര്യ പുറത്തേക്ക് പോകണമെന്ന് എന്നോട് പറയുമ്പോ കാറിൽ കൊണ്ടുപോകാൻ പറ്റാതെ ഗതികെട്ട നിലയിലാണ് ഞാൻ നിൽക്കുന്നേ. എനിക്ക് സ്വന്തമായിട്ടൊരു കാറ് പോലും ഉപയോഗിക്കാൻ പാടില്ലെന്നല്ലേ? അഖിൽ, എന്തൊക്കെയാ പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? ഇത്രയൊക്കെ സംസാരിക്കാൻ എന്താ ഉണ്ടായത്? ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന അമ്മയ്ക്ക് കുഴപ്പം എന്ന് എന്റെ വേദന മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഞാൻ എന്ത് നരകവേദന അനുഭവിക്കുന്നെന്ന് പെറ്റ അമ്മയ്ക്ക് പോലും മനസ്സിലാക്കാനാവുന്നില്ല. അമ്മയ്ക്ക് അഭിയേട്ടനല്ലേ വലുത്, എനിക്ക് ഒരു സ്ഥാനവുമില്ല. സാരമില്ല അഖിൽ, നമുക്ക് വേറൊരു ദിവസം പോകാം. എനിക്ക് വിഷമമൊന്നുമില്ല. ഇങ്ങനെ എത്ര നാളെന്ന് പറഞ്ഞാ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും പൂർത്തിയാക്കാതെ കുഴിച്ചു മൂടണമെന്നായിരിക്കും. എത്ര നാളെന്ന് പറഞ്ഞ വീട്ടിലിങ്ങനെ അടഞ്ഞു കിടക്കുന്നേ? എത്ര നാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവച്ചവാവുന്നേ? ഞാൻ പോയിട്ട് ഇപ്പൊ വരാം.
അഖിൽ എങ്ങോട്ട് പോയതായിരിക്കും ആന്റി? അവന്റെ വാശിയും ആവേശവും കാണുമ്പോ മനസ്സിലായില്ലടി നിനക്ക്? എന്തോ ചെയ്യാൻ വേണ്ടി പോയതാ. ആന്റി എന്ത് ചെയ്യാൻ പോയതായിരിക്കും? ചേച്ചി എന്താ ചേച്ചി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നേ? പരിപ്പ് കറിയും രസം ഉണ്ടാക്കാൻ പോവാ വസു. എന്താ ചേച്ചി ഡള്ളായിരിക്കുന്നേ? ഒന്നുമില്ല വസു. ഇന്നലെ ഭാസ്കരേട്ടനോട് ദേഷ്യപ്പെട്ടതുകൊണ്ടാണോ? അതൊന്നും അല്ല വസു. സഹോദരങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. അതൊന്നും നമ്മൾ കാര്യാക്കാൻ നിൽക്കണ്ട. ഏട്ടന് വേണ്ടി ഞാൻ സോറി പറയാ ചേച്ചി. സോറി ചേച്ചി. എന്താ വസു ഇത്? അവര് സഹോദരങ്ങളാണെങ്കിൽ നമ്മളും സഹോദരികളല്ലേ? നമുക്കിടയിൽ എന്തിനാ ഈ മാപ്പ് പറച്ചിലൊക്കെ? താങ്ക്സ് ചേച്ചി. അച്ഛാ, അച്ഛാ, അച്ഛാ. ഇവനെന്താ ലോയറിനെയും കൂട്ടി വന്നിരിക്കുന്നേ? ഒരുപക്ഷെ ദേഷ്യത്തില് എന്നെ ഡിവോഴ്സ് ചെയ്യാനായിരിക്കില്ലല്ലോ. ആ, അങ്ങനെയാണ് നിന്നെ അല്ലേ വിളിക്കേണ്ടത്. അമ്മാവൻ എന്തിനാ വിളിക്കുന്നേ? അച്ഛാ, എന്താ അഖിൽ? ഇദ്ദേഹം ലോയർ ജഗന്നാഥൻ. സർ, ഇദ്ദേഹം എന്റെ അച്ഛൻ. എനിക്കറിയാം. നമസ്കാരം രാമോഹൻ സർ. നമസ്കാരം. എന്താ ഈ വഴിക്കൊക്കെ? അത് ഞാൻ പറയാം അച്ഛാ. എനിക്കായിട്ട് സ്വത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ സ്വത്തിന്റെ കാര്യമൊക്കെ എന്തിനാ സംസാരിക്കുന്നത് അഖിൽ? കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കോ അമ്മേ. എനിക്കായിട്ട് സ്വത്ത് എന്തെങ്കിലും മാറ്റി വച്ചിട്ടുണ്ടോന്ന്? അങ്ങനെ പ്രത്യേകമായി നിന്റെ പേരിൽ വസ്തുക്കളൊന്നും ഇല്ല അഖിൽ. മൊത്തമായിട്ട് എന്റെ പേരിലാ ഉള്ളത്. എത്രയുണ്ട്? ഈ വീട്, ഓഫീസ് ബിൽഡിംഗ്, സിറ്റിയിലുള്ള നമ്മുടെ സൈറ്റ്, പിന്നെ മലയടി വാരത്തിൽ 2 എസ്റ്റേറ്റും ഉണ്ട്. സിറ്റിയിലുള്ള ആ സൈറ്റ് എനിക്ക് എഴുതി തരണോ അച്ഛാ? എന്തിനാ അഖിൽ? അമ്മേ, അമ്മയോട് ഞാൻ സംസാരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഓരോ തവണയും ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം എന്നെ കൊച്ചുകുട്ടി കൊച്ചുകുട്ടി എന്ന് പറഞ്ഞ് ഒതുക്കി നിർത്തും. ഇപ്പോ ഞാനും വലിയ ആളായമ്മേ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. സിറ്റിയിലെ ആ സൈറ്റ് നിനക്കെന്തിനാ ഇപ്പോ? ഞാൻ ഈവന്റ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോ എന്റെ കയ്യിൽ കാശില്ല. അത് തരാനായിട്ട് ഇയാൾക്കാണെങ്കിൽ മനസ്സുമില്ല. ഗർഭിണിയായിരിക്കുന്ന എന്റെ ഭാര്യ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ കുറഞ്ഞ പക്ഷം എന്റെ കയ്യില് ഒരു കാറ് പോലുമില്ല. എനിക്ക് കാശിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാ
സിറ്റിയിൽ ആ സ്ഥലം എന്റെ പേരിലോട്ട് ആക്കിയിട്ട് വിറ്റ് കാശുണ്ടാക്കുന്ന കരുതിയത്. കാശിനു വേണ്ടി സൈറ്റ് എന്തിനാ വിൽക്കുന്ന അഖിൽ?